നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന സെറോദയുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സെറോദ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കർ ആണ്. നമുക്ക് സെറോദ യൂസ് ചെയ്തുകൊണ്ട് ലോങ് ടൈം ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റുകളും ETF-ലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് പുറമെ നമുക്ക് ഫ്യൂച്ചറിലും ഓപ്ഷനിലും ട്രേഡ് ചെയ്യുന്നതിനും ഇൻട്രാഡേ ട്രേഡിംഗും പോസിബിൾ ആണ്. നമുക്ക് സെറോദയിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്. നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആയിട്ട് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ക്യാൻസൽഡ് ചെക്കോ സബ്മിറ്റ് ചെയ്യാനാണ്. അതുപോലെ സിഗ്നേച്ചർ, ഇൻകം പ്രൂഫ് ഓപ്ഷണൽ ആണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫിന്റെ ആവശ്യം. ഇപ്പൊ സെറോദയുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറോദയുടെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ സൈനിങ് അപ്പ് ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് നമ്മുടെ ഇമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. നമ്മൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇമെയിൽ ID നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ സെറോദയ്ക്ക് വേണ്ടി ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. നമ്മുടെ പാൻ കാർഡ് നമ്പറും പാൻ കാർഡിലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം വാട്ട് പ്രൊഡക്റ്റ് വുഡ് യു ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് കമ്പൽസറി ആണ്. അതിന് തൊട്ട് താഴെയുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ആൻഡ് കമ്മോഡിറ്റി എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഫ്യൂച്ചർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിന് തൊട്ട് താഴെ ഉള്ള ഒരു ചെക്ക് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. ആ ചെക്ക് ബോക്സും സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആധാർ KYC വെരിഫിക്കേഷൻ ആണ്. നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാൻ തൊട്ട് താഴെയുള്ള ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ആധാർ കാർഡുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ സ്റ്റേജിൽ നമ്മുടെ 6 ഡിജിറ്റ് ഡിജി ലോക്കർ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. നമ്മൾ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതിയത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം സെറോദ നമ്മുടെ കൺസേൺ ചോദിക്കുന്നുണ്ട് ആധാർ കാർഡ് പാൻ കാർഡ് ഡീറ്റെയിൽസ് എടുത്തോട്ടെ എന്ന്. അപ്പൊ ഈ ആധാർ കാർഡിനും പാൻ കാർഡിനും തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം അലോ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം സെറോദയ്ക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ലഭിച്ചതായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. ഇവിടെ നമ്മുടെ ഫാദർ നെയിം, മദർ നെയിം, മാരേജ് സ്റ്റാറ്റസ്, നമ്മൾ സിംഗിൾ ആണോ അതോ മാരീഡ് ആണോ എന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ആനുവൽ ഇൻകം സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നിങ്ങൾ പുതിയ ഒരാളാണോ അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജോലിയും സെലക്ട് ചെയ്ത് ഒക്യുപ്പേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മുടെ പ്രിഫറൻസ് ഫോർ റണ്ണിംഗ് അക്കൗണ്ട് സെറ്റിൽമെന്റ്, നിങ്ങളുടെ റണ്ണിംഗ് അക്കൗണ്ട് സെറ്റിൽമെന്റ് ക്വാർട്ടർലി വേണോ മന്ത്ലി വേണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആർ എ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ, നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ഒരാളാണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. ഇപ്പം നിങ്ങൾ എൻ്റർ ഡീറ്റെയിൽസ് മാനുവലി എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതായത് IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾ ഫോൺ പേ എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഫോൺ പേ ഉപയോഗിച്ചുകൊണ്ട് സെറോദയ്ക്ക് ഒരു രൂപ അയച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെബ്കാം വെരിഫിക്കേഷൻ ആണ്. നമ്മുടെ ഒരു സെൽഫി എടുത്ത് ക്യാപ്ചർ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. നമ്മൾ ക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മളൊരു സെൽഫി എടുത്ത് അത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്, സിഗ്നേച്ചർ. നമുക്ക് നേരത്തെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് ഈ കറന്റ് ടൈമിൽ നമുക്ക് അത് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ടൈമിൽ തന്നെ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് ഇൻകം പ്രൂഫ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇൻകം പ്രൂഫ് വേണ്ടത് ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ്. ഒരു ഇൻകം പ്രൂഫ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ കാണുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. നമ്മൾ ആഡ് നോമിനി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ നോമിനിയുടെ നെയിമും നോമിനിയുടെ മൊബൈൽ നമ്പറും നോമിനിയുടെ ഇമെയിൽ IDയും അതുപോലെ നമ്മുടെ നോമിനിയുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കിനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസൈൻ ആണ് വരുന്നത്. നമ്മളിവിടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 3 ടേംസ് ആൻഡ് കണ്ടീഷൻ കാണാൻ സാധിക്കും. ആ ടേംസ് ആൻഡ് കണ്ടീഷനിലെ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ പേജിൽ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ സൈൻ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലോട്ട് OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞൊരു പേജ് കാണാൻ സാധിക്കും. നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അതിന് തൊട്ട് താഴെ യൂസർ ID എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ യൂസർ ID ഓർത്തിരിക്കണം. നമ്മൾ കൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഈ യൂസർ ID ആവശ്യമുള്ളതാണ്. നമ്മൾ ലോഗിൻ ടു കൈറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് കൈറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അത് നമ്മൾ കൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും ലോഗിൻ ടു കൈറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം ഞാൻ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞാൽ യൂസർ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് കൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പം നമുക്ക് കുറേ ഫണ്ടമെന്റൽ ടെക്നിക്കൽ അനാലിസിസിന്റെ ബേസിസിൽ നമുക്ക് സ്റ്റോക്ക് ഒക്കെ ബൈ ചെയ്യാനും സെല് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പം സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക.